OnePlus Nord CE4 24,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. ഇത് OnePlus ഫാൻസിനൊക്കെ ഹേർട്ട് ആവില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഫെയർ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും ഇത്. ഈ വീഡിയോ അവസാനം വരെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എടുക്കണോ വേണ്ട എന്നുള്ള കാര്യം. ആൻഡ് ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫോൺ വാങ്ങണോ വേണ്ട എന്നുള്ളത്. നമ്മൾ റിവ്യൂസ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനെ ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് OnePlus Nord CE4ൻ്റെ സ്പെക്ക് നമുക്ക് നോക്കാം. പ്രൊസസ്സർ വന്നിട്ട് Qualcomm Snapdragon 7 Gen 3 ആണ് ഇതിനകത്ത് പറഞ്ഞ പ്രൊസസ്സർ. 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും വരുന്ന വേരിയന്റിനാണ് 24,999 രൂപ വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന വേരിയന്റും ഉണ്ട്. ഡിസ്പ്ലേ നോക്കപ്പോൾ 6.7 ഇഞ്ചിന്റെ ഒരു 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ നോക്കുന്ന സമയത്ത് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ ഒരു ഡുവൽ ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറ 16 മെഗാപിക്സലും ആണ്. ബാറ്ററി കുറച്ച് ഇംപ്രസീവ് ആണ്. 5500 mAh ഒരു ബാറ്ററി, സൂപ്പർ ബുക്ക് ചാർജിങ് ഉണ്ട്, അതുപോലെ തന്നെ USB Type-C പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ, സ്പെക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും. ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മാർബിൾ ഷെയ്ഡിലാണ് ഈ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ഒരു മാർബിളിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചമർത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ആക്ച്വലി OnePlusൻ്റെ അഡ്വർടൈസ്മെൻറ്റിലും അതേപോലെ ഒരു പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. ഒരു മെഷീൻ വന്ന് ഇങ്ങനെ അടിച്ചമർത്തപ്പോൾ ഫോൺ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നു എന്നുള്ള തരത്തിൽ. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡിസൈൻ ആസ്പെക്ട് വെച്ച് പറയുമ്പോൾ Nothing Phone 2Aയും Samsung A35 ഒക്കെ നോക്കുന്ന സമയത്ത് ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി Nothing Phone 2A. Nothing Phone 2Aയുടെ ഡിസൈൻ വൈസ് ഇറ്റ്സ് വെരി ഇംപ്രസീവ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും ഇപ്പോൾ Samsung Galaxy A35 നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ബെറ്റർ തിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സോളിഡ് ആയിട്ടുള്ളൊരു ബിൽഡാണ് നമ്മുടെ OnePlus Nord CE4-നകത്തുള്ളത്. നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇച്ചിരി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. സൈഡ്സ് എല്ലാം ജിയോമെട്രിക്കൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡിങ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കപ്പോൾ ഒരു ഫേംനെസ് ഉണ്ട്. അതായത് നമ്മൾ കയ്യിൽ പിടിക്കപ്പെടും, ഒരു കയ്യിൽ നിന്ന് വഴുതി പോകില്ല എന്നൊരു സെറ്റപ്പ് ഉണ്ട്. വെയിറ്റ് മാനേജ്മെന്റ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ചില ഫോണുകൾ നമ്മുടെ കയ്യിലെടുക്കപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അത് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിളിക്കുമല്ലോ, കയ്യിലെടുത്ത് വെച്ച് വിളിക്കുന്ന സമയത്ത് കൈ പെട്ടെന്ന് കഴിക്കുകയും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആൻഡ് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഇതിനകത്ത് നന്നായിട്ട് അവർ വെയിറ്റ് മാനേജ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം പറയുന്ന സമയത്ത് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. എന്നാൽ PUBG കളിക്കുന്ന സമയത്ത് നമുക്ക് 90 FPS സെറ്റിംഗ്സ് കിട്ടുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. ബട്ട് ഗെയിമിംഗ് എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. Asphalt 8 ട്രൈ ചെയ്തു, Asphalt 9 ട്രൈ ചെയ്തു, PUBG ട്രൈ ചെയ്തു, എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ലൈക്ക് ഇടയ്ക്കുള്ള ഹിക്കപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബട്ട് ഹീറ്റ് മാനേജ്മെൻറ്റ് അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ നമ്മൾ ഗെയിം കളിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എ കേസ്. നിങ്ങളൊരു നല്ലൊരു കേസ് എടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഫീൽ ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ റീപ്രൊഡക്ഷനൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെയുണ്ട്. ആ ഒരു AMOLED ഡിസ്പ്ലേയുടെ ഒരു വൈബ്രൻറ്റ് തിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പുറത്ത് സൺലൈറ്റിൽ പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഡിസ്പ്ലേക്ക് ഉണ്ട്. ലൈക്ക് ഓവറോൾ ഡിസ്പ്ലേ ഒന്നും എനിക്കൊരു കംപ്ലയിൻറ്റും പറയാനായിട്ടില്ല. ഇനി നമ്മുടെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ക്യാമറ നോക്കപ്പോൾ യെസ്, നമുക്കൊരു കളർ സ്കീമാറ്റിക്സ് നമ്മുടെ OnePlus 11-േതായിട്ടുള്ളത് കിട്ടുന്നുണ്ട്. OnePlus 11-ന്റെ ലോങ് ടേം യൂസിൻ്റെ ഒരു റിവ്യൂ ഉടനെ വരുന്നുണ്ട്. ആക്ച്വലി OnePlus 11-ന്റെ ക്യാമറ കളേഴ്സ് ഭയങ്കര നല്ലതാണ്. ഭയങ്കര നന്നായിട്ട് അവർ കളർ ടോൺ മാനേജ് ചെയ്തിട്ടുണ്ട്. അതേ കളർ ടോൺ പലയിടത്തായിട്ട് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ അൽഗോരിതം അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, വിച്ച് ഈസ് വെരി നൈസ്. എന്നാൽ വീഡിയോയുടെ കാര്യം വരുന്ന സമയത്ത് ഈ ഫോൺ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ അകത്ത് വീഡിയോ എടുക്കാനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഒന്നാമത്തെ നല്ല ഷെയ്ക്കി ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. 4K 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1080p നമുക്ക് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്കൊരു ചെറിയൊരു സജഷൻ ഉണ്ട്. മേ ബി ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എങ്കിലും ഇതിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഓക്സിജൻ നോയ്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ പല ബ്രാൻഡുകളും ഇതേ പ്രൈസ് റേഞ്ചിൽ ഇരുന്നുകൊണ്ട് 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് 2 വർഷത്തെ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മാത്രമാണ് ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ 2 ഫോൺ എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി 2 വർഷത്തെക്കാലം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്ന ഫോണുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുക. ഓവറോൾ എക്സ്പീരിയൻസ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എവറിഡേ ഒരു നോർമൽ യൂസറിന് എല്ലാ
ആസ്പെക്റ്റുകളും കവർ ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ചുമ്മാ ഉള്ള ചെറിയ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് വീഡിയോ എടുക്കാം, ഗെയിം കളിക്കുന്നവർക്ക് ഗെയിം കളിക്കാം, വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണാം, കോൾ ചെയ്യുന്നവർക്ക് കോൾ ചെയ്യാം, ടൈപ്പ് ചെയ്യുന്നവർക്ക് ടൈപ്പ് ചെയ്യാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവർക്ക് ചാറ്റ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് വീഡിയോ കോൾ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ഡേയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ എന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ആൻഡ് AI കുറേ ഫീച്ചേഴ്സ് അവർ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇനി വരുന്ന അപ്ഡേറ്റുകളിൽ കുറേ AI ഫീച്ചേഴ്സും കൂടി ഈ ഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങൾ ഈ ഫോൺ വാങ്ങണോ വേണ്ടയോ? വാങ്ങാനുള്ള കാരണങ്ങൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാറ്ററി ബാക്കപ്പ്, വെരി ഗുഡ് ബാറ്ററി ബാക്കപ്പ്. 5500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. സൂപ്പർ ബുക്ക് ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ബ്രിക്ക് ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ടൈം തൊട്ട് OnePlus ചാർജിങ് ബ്രിക്ക് ഒന്നും തരില്ല എന്നാണ് പറയണേ. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആൻഡ് ചാർജിങ് ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UI ഭയങ്കര ക്ലീൻ ആണ്, ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള UI ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ടുള്ള UI ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു വേറെ കുറേ കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറേ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വെച്ച് ഫ്ലഡഡ് ആക്കും. എന്നാൽ നമ്മുടെ OnePlus വളരെ ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുറത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഫോണ് പെർഫോം ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫ്സിൽ സെൽഫീസ് നമ്മുടെ ആവറേജ് സെൽഫി തന്നെയാണ്, അല്ലാതെ എനിക്ക് ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് റിയർ ക്യാമറ ഫോട്ടോഗ്രാഫ്സ് നല്ല ലൈറ്റുള്ള സമയത്താണെങ്കിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ ടോണൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സാച്ചുറേറ്റഡും ആവില്ല, ഒരുപാട് അല്ലെങ്കിൽ യെല്ലോ ടിൻ്റൊന്നും പണ്ടത്തെ പോലെ കയറി വരത്തൊന്നുമില്ല, വിച്ച് ഈസ് വെരി നൈസ്. ഇനി നിങ്ങൾ വാങ്ങരുത് എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, എസ്പെഷ്യലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ്, വെരി പുവർ വീഡിയോ പെർഫോമൻസ്, പറയാതിരിക്കാൻ വയ്യ. ഐ എക്സ്പെക്റ്റഡ് സംതിങ് മോർ. അല്ലെങ്കിൽ OnePlusൻ്റെ ഒരു ഇപ്പോൾ മിഡ് റേഞ്ച് ആയാലും അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ച് ആയാലും അത്യാവശ്യം നല്ലൊരു വീഡിയോ പെർഫോമൻസ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആളുകൾ ഫോട്ടോഗ്രാഫ്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും, എന്നാൽ ഒരു വീഡിയോയിൽ ഭയങ്കര റെയർലി മാത്രമേ കമ്പനികൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഫോട്ടോഗ്രാഫിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോഗ്രാഫിക്ക് പറ്റിയൊരു ഫോണായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. 4K 60 ചോദിക്കുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറേ സാമ്പിൾസ് ഞാൻ ഡ്രൈവിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വീഡിയോ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.